അല്ലാഹുവേ കണ്ടോ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഈ കിതാബിന് പേര് വെച്ച്, ഈ കിതാബ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇപ്പൊ വലിയ എഴുത്താണ് നമ്മൾ ചർച്ച ചെയ്തത്. ഖുർറത്തുൽ ഐനി ദീനിലെ മുഖ്യമായ കാര്യങ്ങളൊക്കെ വിശദീകരിക്കൽ കൊണ്ട് കൺകുളിർമയാവുക എന്നാണ് കിതാബിന്റെ പേര്. വിശദീകരണം കൊടുത്താണ് ബയാനി മുഹിമ്മാത്തി അഹ്കാമിദ്ദീൻ, ദീനിന്റെ ഹുക്മുകൾ പ്രധാനമായതൊക്കെയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ കിതാബിനെ ഉണ്ടാക്കിയപ്പോ ഒരവലംബം എന്തായാലും ഉണ്ടാവും. അങ്ങനെയല്ലോ ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു വിഷയം ഉണ്ടാവില്ല. ഏന്ന റിസർച്ച് ചെയ്യണത് ആരുടെയൊക്കെ ചരിത്രമാണ്, അല്ലെ ആരുടെ കിതാബാണ്, റിസർച്ചിനൊരു ഇതുണ്ടോ, മാനദണ്ഡം. അപ്പൊ ഇവർ ഈ കിതാബ് ഉണ്ടാക്കിയത് എവിടുന്നാണ്, ആരുടെങ്കിലും എവിടുന്നെങ്കിലും കേട്ടതൊന്നും എടുത്തതല്ല എന്ന് വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ മഹാപണ്ഡിതന്മാരിൽ നിന്നാണ്. അതാ ശരിക്കും പറഞ്ഞ ഊരിയെടുക്കുക എന്നാണ് അർത്ഥം. ഊരിയെടുക്കുക. അപ്പൊ അതിൽ നിങ്ങോട്ട് പിന്നെ മാറ്റി ഇങ്ങോട്ട് പകർത്തി എഴുതിയതിനാണ്. ചില കണ്ടന്റുകളൊക്കെ പകർത്തി എഴുതുന്നതിന് പറഞ്ഞാണ് ഈ പിന്നെ ഷറവും അവർ തന്നെയാണല്ലോ. അപ്പൊ ഷറൈനി കിതാബിനെ ഒക്കെ പകർത്തിയത് മിനൽ കുത്തുബിൽ മുഅ്തമദത്തി, അവലംബമാക്കപ്പെടുന്ന കിതാബിൽ നിന്ന്. ആരുടെ? ലി ശൈഖിന, ശൈഖൈന എന്ന് ചിലർത്തുണ്ട് കേട്ടോ നുസ്ഖയിൽ. ഖാതിമുൽ മുഹഖ്ഖിഖീൻ ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തുഹ്ഫ എന്ന പ്രധാനമായ ഗ്രന്ഥത്തിൽ നിന്നാണ്. മറ്റു മുജ്തഹിദുകളായ ആളുകളുടെ കിതാബുകളിൽ നിന്നും. ആരൊക്കെ? വജീഹുദ്ദീൻ അബ്ദുർറഹ്മാൻ ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു, പിന്നെ സുബൈദി ഖബീലക്കാരാ കേട്ടോ. അബ്ദുറഹ്മാൻ ബിൻ സിയാദ് റളിയല്ലാഹു അൻഹു അഥവാ ഇബ്നു ഹജർ തങ്ങളുടെ ഉസ്താദാകുന്നു എന്നാണ് അവരിൽ നിന്ന് കേട്ടോ. റളിയല്ലാഹു അൻഹുമാ നമ്മുടെ രണ്ട് പ്രഗൽഭരായ മശായിഖുമാർ. ആരൊക്കെ? ശൈഖുൽ ഇസ്ലാം മുജദ്ദിദ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെയും വൽ ഇമാം അംജദ് എന്നാൽ ഏറ്റവും ശ്രേഷ്ഠനായ ഉയർന്ന അഹ്മദ് മുസജ്ജദ് റഹിമഹുല്ലാഹു തആല വഗൈരിഹിം. അപ്പോ അവലംബം അങ്ങനെയാണ്. ഈ മാത്തുക്കളൊക്കെ എഴുതിയത്, അതായത് ഒരിക്കലും ഇതിലൊന്നും പിഴവുണ്ടാവില്ല എന്നർത്ഥം. അവരൊക്കെ ക്രോഡീകരിച്ചതിന്റെ ലളിത ഭാഗങ്ങളൊക്കെ എടുത്ത് ക്രോഡീകരിച്ചതാണ്. പിൽക്കാല പണ്ഡിതന്മാരിൽ നിന്ന്, പ്രഗൽഭരായ ആളുകളിൽ നിന്ന്. ഇനി അങ്ങനെ എടുക്കുമ്പോ ഞാൻ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം റാഫി റളിയല്ലാഹു അൻഹു, ഇവര് ശാഫി മദ്ഹബിന്റെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരിൽ നിന്ന് തെർജീഹിന്റെ മുജ്തഹിദുകളാണ്. അവർ സ്വന്തം മുജ്തഹിദുകളായിട്ടില്ല, പിന്നെ മുത്തലഖ് മുജ്തഹിദല്ല. ഒരു കാര്യം അതാണ് പ്രബലമായത് എന്ന് പറയാൻ മാത്രം വിജ്ഞാനം നിറഞ്ഞ ആളുകളാണ്. അവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടി ഏകോപനമായി പറഞ്ഞാൽ അതെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്. മദ്ഹബിന്റെ രണ്ട് പ്രഗൽഭരായ ശൈഖുമാര് ആരാ? അൻ-നവവി റഹിമഹുല്ലാ വറാഫി റഹിമഹുമുല്ലാഹ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു, റാഫി റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഒത്ത് സംബന്ധിച്ചൊരു വിഷയം ഉണ്ടെങ്കിൽ അതിന് മുൻതൂക്കം നൽകും. ഇനി ഇല്ലെങ്കിൽ പന്നവവിയും. ഞാൻ കൊണ്ടാണ് കിട്ടിയത്. തലമിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. കൊണ്ടാണ് അതായത് പന്നവവിയും. അപ്പൊ റാഫി ഇമാമും നവവി ഇമാമും കൂടെ ഒരു വിഷയം ഒത്ത് സമ്മതിച്ചിട്ടില്ല എന്ന് വെക്കുക. എന്നാ പിന്നെ നവവി ഇമാമ് പറഞ്ഞിട്ടുണ്ടോ നോക്കും, അപ്പൊ അതെടുക്കും. ഇനി അവർ രണ്ടാളതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്നാ എന്താ ചെയ്യാ? പിൽക്കാല പണ്ഡിതന്മാരിൽ പ്രഗൽഭർ പറഞ്ഞത്, ചുരുക്കി പറഞ്ഞാൽ പ്രഗൽഭരത് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കിതാബ് പ്രഗൽഭമായത്. ഗ്രന്ഥത്തിന്റെ മൂല്യം അങ്ങനെയാണ് കേട്ടോ. എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലെ? ഇത്ര ഒന്നും പുരോഗമിക്കാത്തൊരു സമയത്തെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് എന്തിനാ? എല്ലാവർക്കും ഉപകരിക്കാൻ. ആ ഒരു നല്ല മനസ്സ്, ആ മനസ്സങ്ങട്ട് എന്തായി ഒരു പടച്ചോനെ ഏറ്റെടുത്തതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മിസ്റിലെ ഈജിപ്തിൽ കൈറോ യൂണിവേഴ്സിറ്റിയിൽ വരെ കിതാബ് ദർസ് നടത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ മലയാളി ഉണ്ടാക്കിയ കിതാബാണ്.
അപ്പൊ അതിന്റെ പ്രഗൽഭത എത്രയാണെന്ന് ശ്രദ്ധിക്കണ്ടേ. അതാ റാജിയം മിർ റബ്ബിനിർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബുദ്ധിമാനുകൾക്കൊക്കെ ഉപകരിക്കണം. അതായത് ചെറിയ വേർഡാണ്, ആശയ സമ്പുഷ്ടിയാണ്. അപ്പൊ ചെറിയ ചെറിയ വേർഡുകൾ കാണാടിക്കാൻ എളുപ്പ, വിഷയങ്ങളൊക്കെ അതിലെന്താ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നുണ്ടാകും. അത് കിയാറ ബുദ്ധിമാനികളാണ്. പിന്നെ ഇതുകൊണ്ട് കൺകുളിർമയാവുക, എന്റെ കണ്ണ്. അതായത് കുറെ നന്മകൾ നിറഞ്ഞ ആളുകൾ ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്താവും, ഉപയോഗിച്ചതിന്റെ കൂലി എനിക്കുണ്ടാകും. അതാ കൺകുളിർമയാവുക എന്ന് പറഞ്ഞാല്. അതിന് നമ്മൾ കുറേ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തും. ചെറിയ ചെറിയ മക്കളാണ് കാരണം അവറ്റങ്ങളൊക്കെ നോക്കാന് രാവും പകലും ജോലിക്ക് പോയിട്ടും കടവും കള്ളിയും രോഗം ഒന്നിനെ ആസ്പത്രിയിൽ കൊണ്ടുവരുമ്പോൾ മറ്റീനെ കൊണ്ടുപോയിട്ടുണ്ടാവും. നമുക്കന്നെ കേൾക്കുമ്പോഴടങ്ങാറാണ്. എന്നും ഹോസ്പിറ്റലിലേക്ക് പോക്കണേ കാരണം ഈ സാധു പണിയെടുത്ത തീരലില്ലേ നമുക്കും പലപ്പോഴും തോന്നും. പക്ഷെ കുറച്ച് കാലക്കാണ് കഴിയുമ്പോൾ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വർത്തം നല്ല സുഖമാണ്. മൂത്ത മറ്റോടത്താണ്, അതിന്റെ മറ്റോടത്താണ്. എല്ലാവരും പൈസ തരും, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, അപ്പൊ ആർക്കും എനിക്ക് കൊടുക്കലുണ്ട് എന്ന് പറയും. അപ്പോഴാണ് അന്ന് കഷ്ടപ്പെട്ടതിന്റെ ആ ഒരു സുഖം അനുഭവിക്കണേ. മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. ഇതേപോലെ നമ്മളിവിടെ കഷ്ടപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ പിന്തുടരാൻ പറ്റിയ വല്ലതും നല്ലത് ചെയ്തിട്ടാല് അതൊക്കെ അവരുപയോഗിച്ചതിന്റെ കൂലി കിട്ടുന്ന ഒരു നാള് വരാണ്ട് അന്ന് സന്തോഷമോ. അതാ പറഞ്ഞ തക്കറബിഹിയായിനി, എന്റെ കൺകുളിർമയാവോ എന്നല്ല കേട്ടോ. നാളെ അൽ യൗമുൽ ആഖിർ, പരലോകത്ത് വെച്ചിട്ട് എങ്ങനെ പടച്ച റബ്ബിനെ കാണൽ കൊണ്ട് രാവിലെയും വൈകുന്നേരവും കാണുന്ന, രാവിലെയും വൈകുന്നേരം കാണൽ കൊണ്ട് കൺകുളിർമയാവലിനെയുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോ അന്ന് ഈ കിതാബൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ടിരുന്ന അത്ര ആളുകൾ ഇതൊക്കെ പാരായണം ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ദ്വാരുന്നിട്ടുണ്ട്, അതിൻ്റെയൊക്കെ കൂലി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ കൂടെ ശരിക്കാണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞാല് സന്തോഷമാകും. പടച്ച റബ്ബിനെ കാണുന്നോടത്ത് ഒന്നാമതായി ആ കൂട്ടത്തില് ഫസ്റ്റ് കാറ്റഗറി തന്നെ ഉണ്ടാകും എന്നർത്ഥം. അള്ളാഹു നമുക്കും തൗഫീഖ് ചെയ്യട്ടെ, നമുക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.